ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാർ കേക്കുമായിട്ടാണ് കേട്ടോ. നമുക്കുള്ളൊരു ഈസി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർ കേക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. ഈ കാർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള വാനില സ്പോഞ്ച് കേക്ക് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ ഈ വാനില കേക്കിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കാറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ മുകൾ ഭാഗം ഒന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കേക്കിന് ഞാനിവിടെ 2 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിലൂടെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ ലൈൻ ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ലെയറിൽ ഷുഗർ സിറപ്പ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ലെയർ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേ സെയിം അളവിൽ തന്നെ ഈ വശവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാറിൻ്റെ ഒരു രൂപത്തിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് മുൻവശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു കാറിൻ്റെ ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെരിച്ചിട്ട് വേണ്ട കട്ട് ചെയ്തെടുക്കാൻ. നല്ലപോലെ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് മാറ്റിയിരുന്ന ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഈ കാറ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ടൊന്നും ക്രീം കൊടുത്തിട്ടില്ല, എന്നാലും ജസ്റ്റ് കവറിങ് മൊത്തത്തിലൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ
കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ടയറും ഞാൻ ആദ്യം മുന്നിലുള്ള ഈ ഗ്ലാസ്സാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ സൈഡിലുള്ള ഗ്ലാസ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ടയറും ഒരു ബാക്കിലുള്ള ഗ്ലാസ്സും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ കാറിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ ടയറൊക്കെ ഒന്ന് ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഈ ഗ്ലാസ്സിനൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഗ്ലാസും ടയറും ഒക്കെ അതുപോലെ തന്നെ വൈറ്റിലാണ് കൊടുക്കുന്നത്. ഞാൻ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനിനും ഉള്ളിലായിട്ട് മുഴുവനായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ മുന്നിലുള്ള ഗ്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഞാൻ അതുപോലെ തന്നെ നമുക്ക് സൈഡിലുള്ള ഗ്ലാസ് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഈ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ടയറൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു കാർ കേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ ഈ കാർ കേക്കിൻ്റെത്. അങ്ങനെ ഞാൻ ലൈനിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഉൾവശങ്ങളിലൊക്കെ അതുപോലെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഈ ബോഡി ഭാഗങ്ങളിൽ നമ്മൾ ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് പൈപ്പ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കാറിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീനും വൈറ്റും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ലൈറ്റിൻ്റെ ആ രണ്ട് ഭാഗം ഞാൻ വൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാറിൻ്റെ മുൻവശത്ത് ജസ്റ്റ് ഒരു സ്മൈലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും വൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഈ കാർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡോട്ട് കൂടി ആയതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.